ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. റഷ്യ ഇന്ത്യക്ക് 9.5 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഡയറക്റ്റായിട്ട് ഷിപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യ ജസ്റ്റ് ഒരു ഓക്കെ പറഞ്ഞാൽ മതി, ഇന്ത്യയിലേക്ക് അയച്ചു വയ്ക്കാൻ തയ്യാറാണെന്നാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യുദ്ധം നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യ ഒപ്പമുണ്ട് എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് ഇന്നലെ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്, നമുക്ക് 3 മാസത്തേക്ക് ഷോർട്ടേജ് ഇല്ല, 3 മാസത്തേക്കുള്ള സ്റ്റോക്ക് നമ്മുടെ പക്കലുണ്ട്. എന്നാലും നമ്മൾ വേണ്ടി വന്നാൽ ഈ റഷ്യയുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യും, അതിൽ യാതൊരു മാറ്റമില്ല. കാരണം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു കീ ഫാക്ടറാണ് ഇന്ത്യക്ക്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് എവറി ഡേ ഓപ്പറേഷൻ നമ്മുടെ രാജ്യത്ത് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും അറിയാം, 85% എനർജി നമ്മൾ വെളിയിൽ നിന്ന് തന്നെയാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇതിനകത്ത് ഒന്നും തന്നെ ഡിമാൻഡ് ചെയ്യാനുണ്ടാവില്ല. യുദ്ധം കണ്ടിന്യൂ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റഷ്യയുടെ സൈഡിൽ നിന്ന് എണ്ണ വാങ്ങിക്കേണ്ടി വരും. അതായത് നിലവിലെ എണ്ണ വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ അധികം ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള എണ്ണയാണ് റഷ്യ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അത് വാങ്ങിക്കേണ്ടി വരും. ഇന്ത്യ തീർച്ചയായിട്ടും അതിലൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇന്ത്യ എണ്ണ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. UP-യിൽ ആയത്തുള്ള ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഈ ആയത്തുള്ള ഖമനേയെ അനുകൂലിച്ചുകൊണ്ട് ഇറാന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഒരു റാലി ഇറാൻ്റെ ആയത്തുള്ള ഖമനേയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇന്ത്യക്കുള്ളിൽ ഇവർ റാലി നടത്തിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. ആയത്തുള്ള ഖമനേയി പോയി കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടെ കിടന്നിട്ട് റാലി നടത്തിയിട്ടോ ഓട്ടം തുള്ളൽ നടത്തിയിട്ടോ ഒരു കാര്യമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കശ്മീരിൽ മാത്രമല്ല, ഇത് UP-യിൽ, ബാംഗ്ലൂരിൽ, ഹൈദരാബാദിൽ, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ, ബോംബെയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. UP-യിൽ നടന്ന റാലിയാണ് ഇത്തരത്തിൽ കലാപമായിട്ട് മാറിയത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജമ്മു ആൻഡ് കാശ്മീരിൽ കശ്മീർ വാലിയിൽ നടത്തിയ ഒരു പ്രതിഷേധം, അതിനെ കശ്മീർ പോലീസ് എങ്ങനെയാണ് നേരിട്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് അടുത്ത ലഹളയാണ് UP-യിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യമാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നാളെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ, മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലാഡിയ ഷെൻബാവോ, അവരെ നാളെ അമേരിക്ക എന്തെങ്കിലും ചെയ്യുന്നു വെച്ചോ. ഇവിടെ ഇന്ത്യക്കുള്ളിൽ ഒറ്റ മനുഷ്യന്മാർ അനങ്ങത്തില്ല, ഒരു പ്രതിഷേധവും നടക്കത്തില്ല. കാരണം എന്താണ്? അവരെ ഒരു റിലീജിയസ് ലീഡർ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു റിലീജിയസ് ലീഡർ രാജ്യം ഭരിക്കുമ്പോൾ അവർക്ക് ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല അവരുടെ ഇൻഫ്ലുവൻസ്, അവരുടെ രാജ്യത്തിനുള്ളിൽ അവർക്ക് രാജ്യം ഭരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കലി അവർക്ക് പ്രാധാന്യമുണ്ടെങ്കിലും ഈ റിലീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ റിലീജിയൻ ഫോളോ ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിലും ഈ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്, ആ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആയത്തുള്ള ഖമനേയെ തട്ടിയപ്പോഴത്തേക്കും ഇവിടെ ഇന്ത്യക്കുള്ളിൽ പല പല സ്റ്റേറ്റുകളിലും പല സിറ്റികളിലും വരെ ഇതേപോലെ പ്രതിഷേധങ്ങൾ നടക്കുന്നുവെങ്കിൽ അതിൻ്റെ റീസൺ മതം മാത്രമാണ്, അല്ലാതെ വേറെ ഒരു റീസണും ഇല്ല അതിനകത്ത്. അതുപോലെ ഇന്നലെ ഒരു ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ F-35 ഇറാൻ്റെ ഉള്ളിൽ ഇറാൻ അടിച്ചു വീഴ്ത്തി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈറലായിട്ടുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ. ശരിക്കും യഥാർത്ഥ ന്യൂസ് എന്താണ്, ഫേക്ക് ന്യൂസ് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളെന്ന് മാറിയിരിക്കുന്നത്. കാരണം ഈ ഗ്രോക്ക് എന്ന് പറയുന്നത് ഈ AI ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതിനകത്ത് പ്രൈമറി ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതായത് ഓൾറെഡി ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അനുസരിച്ചാണ് ഈ AI റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ക്ലിപ്പ് എടുത്ത് നോക്കിയിട്ട്, അതായത് ഇത് AIക്ക് പരിചയമില്ലാത്തൊരു ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ അത് ഓൾഡ് ക്ലിപ്പായിരിക്കാം, പക്ഷേ AIയുടെ ഡേറ്റയിൽ അത് സ്റ്റോർ ആയിട്ടുണ്ടാവില്ല. അങ്ങനെ AI ഡേറ്റയിൽ സ്റ്റോർ ആവാത്ത ഏതെങ്കിലും തരത്തിലുള്ള പഴയ ക്ലിപ്പുകൾ എടുത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പുതിയതാണ്, അത് റിലവൻ്റ് ആണ് എന്നുള്ള തരത്തിലാണ് AI റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഇവ നിങ്ങൾ ഒരുപാട് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ഫുട്ടേജ് ഷൂട്ട് ചെയ്തു, അത് നിങ്ങൾ എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്, അത് നിങ്ങളുടെ പക്കൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ഇപ്പോഴാണ് നിങ്ങൾ അതിനെ എയർ ചെയ്യുന്നതെങ്കിൽ അതും പുതിയ ഡേറ്റയായിട്ടാണ് AI കണക്ക് കൂട്ടുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ഡിഫക്റ്റ് ഒക്കെ ഈ AI മെഷീൻ ലേണിംഗിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിൻ്റെ F-35 ശരിക്കും ഇറാൻ്റെ യാക് 130 എന്ന് പറഞ്ഞ ഒരു ഫൈറ്റർ ജെറ്റ് തന്നെയാണ് അടിച്ചു വീഴ്ത്തിയത്, അല്ലാതെ ഇറാൻ ഇസ്രായേലിൻ്റെ F-35 നേരെ ആക്രമണം നടത്തിയിട്ടില്ല. അതുപോലെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് വേൾഡ് വൈഡ് ഇസ്രായേൽ എംബസിയെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ പോവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേൾഡ് വൈഡ് ഇത് എങ്ങനെ സാധ്യമാകും എന്നുള്ളത് നമുക്കറിയത്തില്ല, പക്ഷേ ഇറാൻ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. പല ബ്ലണ്ടർ സ്റ്റേറ്റ്മെൻറ്റുകളും ഇറാൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അത് അവരുടെ ഒരു വെപ്രാളം അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്.
നമ്മൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇറാൻ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കൻ എംബസി, അമേരിക്കൻ ബേസുകൾ ഇതെല്ലാം ഉള്ളത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, മറ്റു പല ഏഷ്യൻ രാജ്യങ്ങളിലുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ മിഡിൽ ഈസ്റ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഇറാന് ഉത്തരമില്ല. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള കുടിവെള്ള പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ പറഞ്ഞതിനെ ഇത് ഒരു ന്യൂക്ലിയർ ബോംബ് ആക്രമണത്തിന് തുല്യമാണ് എന്നുള്ള തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് കുടിവെള്ളത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ ആണവായുധ ആക്രമണത്തിന് തുല്യമായിട്ടാണ് നോക്കിക്കാണുന്നത് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന വാർത്ത. ഒരു തരത്തിൽ ഇത് ശരി തന്നെയാണ്. കാരണം ഡെസേർട്ട് മേഖലയിൽ കുടിവെള്ളം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിനെ പോയി അറ്റാക്ക് ചെയ്ത് തകർത്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ആണവായുധത്തിനും ഒരുപടി മുകളിൽ തന്നെയാണ്. അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പക്ഷെ അതേസമയം ഇറാന്റെ ഉള്ളിലേക്ക് അമേരിക്ക നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളില്ലേ, എൻറിച്ച്മെന്റ്, ന്യൂക്ലിയർ യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്യുന്ന നറ്റാൻസ്, ഇഷ്ഫഹാൻ, ഫർദോ എന്ന് പറഞ്ഞ ഈ സ്ഥലങ്ങളിലൊക്കെ ആക്രമണം നടത്തുമ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് ചെറിയൊരു പേടിയുണ്ട്. അതായത് റേഡിയേഷൻ ലീക്ക് വരുമോ എന്നുള്ളൊരു പേടി. ഈ റേഡിയേഷൻ ലീക്ക് വന്നു കഴിഞ്ഞാലും അതും ഇതുപോലൊരു ദുരന്തമാണ്, ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ദുരന്തമാണ്. അതും പാടില്ല. അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ്? ശരിക്കും അമേരിക്ക ബങ്കർ ബസ്റ്റർ വെച്ചിട്ട് മണ്ണിന്റെ അടിയിൽ വെച്ച് തന്നെ ഇതിനെ നശിപ്പിച്ച് ഈ എൻറിച്ച്മെന്റ് ഫെസിലിറ്റീസ് എല്ലാം നശിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷെ അതിന് ക്ലിയർ ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് കാര്യങ്ങളൊക്കെ വേണം. അപ്പം അത്തരത്തിലാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തവണ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് കുറച്ച് വൈകിട്ടാവാം. അതായത് റെജീം ചേഞ്ച്, അതേപോലെ ടേക്കൺ കൺട്രോൾ ഓഫ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള അജണ്ട ഇപ്പം. അപ്പൊ അതുകൊണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ കുറച്ച് മാറ്റി നിർത്തിയിട്ട് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താമെന്നാണ് ഇപ്പം അമേരിക്കയും ഇസ്രായേലും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ലെവൽ പ്ലാൻ ആണിത്. കാരണം റെജീം ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇറാന്റെ ഈ യുറേനിയം എൻറിച്ച്മെന്റിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളത് അമേരിക്കയ്ക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ B2 സ്ട്രാറ്റജിക് ബോംബേഴ്സ് ഒന്നും തന്നെ ആവശ്യമില്ല, അതെല്ലാം തന്നെ നടപ്പിലാക്കാൻ പറ്റും. ഇപ്പൊ അമേരിക്കയ്ക്ക് വഴങ്ങുന്ന ഒരു റെജീമാണ് അവിടെ ഇപ്പൊ ഭരണം നടത്തുന്നുണ്ടെങ്കിൽ IAEA ഗ്രോസി ടീമുകളെ അകത്തോട്ട് വിടാം, ഇവർക്ക് വെരിഫൈ ചെയ്യാം. ത്രൂ ഔട്ട് ഇറാൻ ഇത്രയും നാളും ഇവരെ കടത്തിവിടാതെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന പല മേഖലകളിലേക്കും ഇവർക്ക് കടന്നു ചെല്ലാം, ഇവർക്ക് ഇൻസ്പെക്ഷൻ നടത്താം. അപ്പം ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ ചെയ്യണം നിരന്തരം ഇതേപോലെ IAEAയുടെ റെപ്രസെൻറ്റേറ്റീവിനെ ഇറാന്റെ ഉള്ളിൽ അവർക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഇത്തരത്തിൽ സ്ട്രാറ്റജിക് ബോംബർ എടുത്തുകൊണ്ട് വന്ന് ബങ്കർ ബസ്റ്റർ ഇടേണ്ട ആവശ്യമില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. വേൾഡ് വൈഡ് ഉള്ള ഇസ്രായേൽ US എംബസികളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ഇറാന്റെ ആത്മഹത്യപരമായിട്ടുള്ള തീരുമാനമായിരിക്കും. അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇപ്പം പലർക്കും ഒരു ചോദ്യം ഉണ്ടാവാം, നമ്മൾ പാകിസ്ഥാൻ ഇതേപോലെ ഇൻഡസ് വാലിയിൽ വാട്ടർ ട്രീറ്റി നമ്മൾ റദ്ദാക്കിക്കൊണ്ട് അവർക്ക് വെള്ളം കൊടുക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരാം. പക്ഷേ ആ വെള്ളവും ഈ വെള്ളവും ഒരേപോലെയല്ല. അത് കൃഷിക്ക് ഉപയോഗിക്കുന്ന രീതിയിലും അതിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് അവർക്ക് കുടിവെള്ളമായിട്ടും എല്ലാം എടുക്കാം. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവരുടെ കുടിവെള്ള പദ്ധതിയല്ല, ഒരു പ്ലാന്റിനെ അല്ല അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ ആ ഒരു ടെക്നിക്ക്, അവരുടെ ആ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ അല്ല നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റു പല രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ ഇപ്പോൾ ചൈന എത്രയോ നദികൾക്ക് കുറുകെ ഡാം പണിതിട്ടുണ്ട്. ഇപ്പോൾ അതാ ഈജിപ്തിലേക്ക് വരുന്ന നൈൽ റിവറിന് കുറുകെ എത്യോപ്യ ഡാം പണിയുന്നുണ്ട്. അതേപോലെ ഇൻഡസ് വാലി വാട്ടർ ട്രീറ്റി നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ഡ്യൂറേഷനിലാണ്. അതും നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയുടെ മാത്രം താല്പര്യത്തിൽ നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്ന എഗ്രിമെൻ്റ് ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് മ്യൂച്വലായിട്ട് പാകിസ്ഥാൻ ഒന്നും തന്നെ ഇങ്ങോട്ട് തരാനില്ല, അല്ല ഇതിന് പകരം അത് എന്നുള്ള നിലയിലല്ല ഈ ട്രീറ്റി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിനെ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ലോകത്തുള്ള പല രാജ്യങ്ങളുടെ കയ്യിലും ഈ ആണവായുധങ്ങൾ ഉണ്ടെങ്കിലും അത് അവർ പ്രയോഗിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റത്തവണ പ്രയോഗിച്ച് ഈ ലോകം അതിൻ്റെ ദുരന്തം മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതേപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാളികളാണെങ്കിൽ പോലും എവിടെയൊക്കെയാണ് നമ്മളുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഓപ്പോസിറ്റ് രാജ്യത്തിന് നമ്മൾ അറിയിക്കണം. കാരണം അവർ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ ആക്രമിക്കുന്നെങ്കിൽ ഈ സ്പോട്ട് ആക്രമിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ആക്രമിച്ചാൽ അത് ഇന്റർനാഷണൽ ലോ വയലേഷൻ ആയിട്ട് മാറും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് ആ രാജ്യത്തിന് മാത്രമല്ല ഭൂമിക്ക് തന്നെ ദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ ആക്രമണം നടത്തുക എന്നുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നെങ്കിലും പല രാജ്യങ്ങളും രഹസ്യമായിട്ട് ഈ ആണവായുധ ശേഖരണം നടത്താറുണ്ട്. അങ്ങനെ നടത്താറുണ്ട്. അവരത് സെപ്പറേറ്റ് ആയിട്ട് ഹൈഡ് ചെയ്ത് വെക്കാറുമുണ്ട്. പരക്കെ നമ്മൾ 2-3 സ്ഥലങ്ങൾ കാണിക്കും, ഇതാണ് ഞങ്ങളുടെ ആണവായുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം എന്ന് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് നമ്മൾ വെറുതെ കാണിക്കും. അവിടെ ചിലപ്പോൾ ഒരു ആയുധം ഉണ്ടായിരിക്കും, പക്ഷേ മറ്റുള്ള എല്ലാ ആയുധങ്ങളും നമ്മൾ വേറെ സ്ഥലങ്ങളിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഇതെല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന ഉടായ്പ തന്നെയാണ്. കാരണം പരസ്പര വിശ്വാസമില്ല. ഓപ്പോസിറ്റ് രാജ്യം എതിരാളിയാണല്ലോ, എതിരാളിക്ക് നമ്മളിപ്പോൾ നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും കാണിച്ചു കൊടുക്കണമെന്നില്ല. അത്തരത്തിലാണ് ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് ഉള്ളത്.
ഇന്ത്യ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് നൂർഖാൻ ബേസ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയ സമയത്ത് അവിടെ ആണവായുധമുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ പാകിസ്ഥാൻ നമ്മുടെ അടുത്ത് നടത്തിയിട്ടില്ല. അത് രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കാല് പിടിക്കേണ്ടി വന്നത്. അവരുടെ രഹസ്യ ആണവായുധ കമാൻഡ് പ്രോംപ്റ്റ് വരെ കൃത്യമായിട്ട് എവിടെ പ്രവർത്തിക്കുന്നുള്ളത് ഇന്ത്യ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം ഡീപ്പ് ലെവലിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഇന്റലിജൻസ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ ഇന്നലെ ശ്രീലങ്കയ്ക്ക് അടുത്ത് ഇറാന്റെ വാർഷിപ്പിനെ അമേരിക്ക ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അന്തർവാഹിനി പോയത് നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ള പല കമന്റുകളും ഞാൻ വായിക്കാനിടയായി. അന്തർവാഹിനി പോകുന്നത് ആരും തന്നെ അറിയില്ല. ഈ അന്തർവാഹിനിയുടെ പ്രത്യേകത തന്നെ, ഇന്ത്യയുടെ അന്തർവാഹിനി ഇപ്പോൾ അമേരിക്കയുടെ അടുത്തുണ്ടെങ്കിലും അമേരിക്കയ്ക്ക് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല, സ്റ്റെൽത്ത്. പിന്നെ ഇന്ത്യ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാത്ത വിഷയമാണ്. ശരിക്കും പറഞ്ഞാൽ അവരൊരു അറ്റാക്ക് നടത്താൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇൻഡോ പസഫിക്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെയധികം ചേർന്ന് പ്രവർത്തിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ അറിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇന്ത്യ അതിനകത്ത് ഇടപെട്ടില്ല, അത്രയേ ഉള്ളൂ. വെറുതെ കടന്നു പോകുമ്പോഴത്തേക്കും അവർ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സ്റ്റെൽത്തിൻ്റെ കപ്പാസിറ്റി ഒക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞങ്ങളാണ് എന്നുള്ള രീതിയിൽ അവർ കോഡ് അയച്ചു കൊടുത്ത് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിപ്പിക്കും. അല്ലാത്ത രീതിയിൽ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവർ പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർ ഇന്ത്യയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടാവും. അത് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും അവർ ആ വഴി കൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവുക. അമേരിക്കയ്ക്ക് ഉണ്ടായ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അൽസലീം ബേസ്, കുവൈറ്റിലെ അൽസലീം ബേസിൽ ശരിക്കും അമേരിക്കയുടെ താഡ് സിസ്റ്റംസ് വരെ ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. എയർ ഡിഫൻസ് സിസ്റ്റം, അമേരിക്കയുടെ 2 എയർ ഡിഫൻസ് സിസ്റ്റം ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കുവൈറ്റിലെ എയർ ബേസിൽ. അതുപോലെ ആ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന റഡാർ സിസ്റ്റവും ഇറാൻ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഒറ്റ ചോദ്യം ഇതാണ്: അമേരിക്ക ഞങ്ങളുടെ ബേസ് ഉപയോഗിച്ച് ഇറാന്റെ മേളിൽ ആക്രമണം നടത്തുന്നില്ല. അമേരിക്കയുടെ ബേസുകളും അമേരിക്കയുടെ എംബസികളും ഇതേപോലെ അമേരിക്കയുടെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളും പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റ്? ഇതാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുകയാണ്. അത് ഇറാനെതിരെയുള്ള നിലപാടാണ്. ഇറാൻ ആണെങ്കിൽ ഒരു മാസം മിനിമം 1000+ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. 1000+. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, 1000 ഡ്രോൺ ഒരു മാസം ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ അതിൽ 750 എണ്ണം അടിച്ചിടാനുള്ള കപ്പാസിറ്റി ഇപ്പോഴത്തെ ഡിഫൻസ് സിസ്റ്റത്തിനുണ്ട്. 250 ഡ്രോൺ ആക്രമിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം അമേരിക്ക കൊടുക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ സെൻകോമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സെൻകോമിന്റെ റിപ്പോർട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോ നമ്മൾ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനൽ കിടപ്പുണ്ട്. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ടെൽ-അവീവിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഒരു വേവ് വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ സെൻട്രൽ ഇസ്രായേൽ ലക്ഷ്യമാക്കിക്കൊണ്ട് 1 വേവ് ഓഫ് മിസൈൽ ആക്രമണം ഇറാന്റെ പക്കൽ നിന്ന് വന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്നലെ ഒഫീഷ്യലി സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്ന മിസൈലുകളുടെ എണ്ണം കുറവായിരിക്കും, പക്ഷേ ടൈം ടു ടൈം. സ്കൂളൊക്കെ ഇത്രയും നാളും ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാർഷ്യലി പല സ്കൂളുകളും ഇപ്പം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ. പതിയെ സിറ്റുവേഷൻ ബാക്ക് ടു നോർമൽ ആവുകയാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ. അതുപോലെ പ്രത്യേക ഗാദറിങ്ങിനൊക്കെ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട്. 25 പേര് ഒരുമിച്ച് കൂടുന്ന രീതിയിലുള്ള സെലിബ്രേഷൻസ് ഒക്കെ ആവാം. അതിൽ കൂടുതൽ ഇപ്പോൾ പാടില്ല. അപ്പോൾ ജസ്റ്റ് റിലാക്സേഷൻ ആണ്. ഇതിനു മുമ്പ് സെലിബ്രേഷനെ പാടില്ല എന്നായിരുന്നു നിയമം. അത് ഇപ്പം ഇച്ചിരി മാറ്റം വരുത്തിക്കൊണ്ട് 25 പേര് ചെറിയ ഗാദറിങ്സ് ഒക്കെ ആവാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് ഇസ്രായേൽ നിശ്ചിത തോതിലുള്ള ആക്രമണങ്ങൾ, മിസൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ലോഞ്ച് പാഡുകൾ എല്ലാം ആക്രമണം നടത്തിയതിന്റെ ആ ഒരു കോൺഫിഡൻസിലാണ് ഇസ്രായേൽ ഇത്തരത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസികൾ ചെറുതായിട്ട് റിലാക്സ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുപോലെ ഇന്നലെ ഇറാൻ അസർബൈജാനിന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണം, കുർദുകളുടെ ബേസ് ലക്ഷ്യമാക്കിയാണ് അവർ ആക്രമണം നടത്തിയത്. അതിലൊരു മിസൈല് വഴിതെറ്റി തുർക്കിയുടെ മേളിൽ വീണിട്ടുണ്ട്. തുർക്കിയിൽ തയ്യാറെടുത്തവനാണെങ്കിൽ അതിനെ നാറ്റോ വിഷയമായിട്ട് ഉയർത്തി കാണിക്കാനാണ് ശ്രമിക്കുന്നത്. നാറ്റോ രാജ്യങ്ങൾക്ക് മേളിൽ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഭവിഷ്യത്ത് എന്നുള്ളത് തിരിച്ചറിയണം. ഇറാൻ, നിങ്ങൾ കൂടുതൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തരുത്. മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. അത് മിസ്റ്റേക്ക് ആയതുകൊണ്ട് മാത്രം ഇത്തവണ ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പോലെ അല്ല, ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും എന്നുള്ളൊരു താക്കീതും കൂടി തുർക്കി ഇറാന് കൊടുത്തിട്ടുണ്ട്. ഇറാൻ ആണെങ്കിൽ കുർദുകൾ ഇറാന്റെ ഉള്ളിലേക്ക് കയറി അടിക്കുമോ, ആക്രമണം നടത്തുമോ എന്നുള്ള രീതിയിലുള്ള ഒരു പേടിയും ഇറാനുണ്ട്. കാരണം ഇപ്പം ശരിക്കും ഒരു സൈഡിലാണ് അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ IRGCക്ക് അത് നെഗറ്റീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.